പ്ലസ് വൺ കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട്. 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ഉറപ്പായും ഏതൊരു ചോദ്യ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട്ട് നമുക്ക് കടക്കാം. വളരെ വേഗത്തിൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചോദ്യം ഇതാണ്: the aqueous solution of the ionic compounds NaCl, CH3COONa and NH4Cl shows different pH. Okay, identify the acidic, basic and neutral solutions among these. ഇവിടെ തന്നിരിക്കുന്ന NaCl-ന്റെയും CH3COONa-യുടെയും NH4-ന്റെയും സൊല്യൂഷനുകൾ, NH4Cl-ന്റെയും സൊല്യൂഷനുകൾ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കാം. NaCl വെള്ളം ചേർക്കുക, NaCl സൊല്യൂഷനായി. CH3COONa വെള്ളം ചേർക്കുക, അപ്പോൾ അതിന്റെ സൊല്യൂഷനായി. NH4Cl വെള്ളം ചേർക്കുക, അപ്പോൾ അതിന്റെ സൊല്യൂഷനായി. അപ്പോൾ ഇങ്ങനെ 3 സൊല്യൂഷനുകൾ എടുത്തിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ആസിഡ്, ബേസ്, ന്യൂട്രൽ എന്നാണ് ചോദ്യം. അതെങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഈ ഐഡിയ ഞാൻ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ അതിലോട്ട് കടക്കുന്നുണ്ട്. ആദ്യം തന്നെ കോമ്പൗണ്ട് എഴുതുക. NaCl ആണ് നമ്മുടെ കോമ്പൗണ്ട്. അതിൽ കാറ്റിയോണും ആനിയോണും ഏതാണെന്ന് മനസ്സിലാക്കുക. Na പ്ലസും Cl മൈനസും. ഓക്കെ, അപ്പോൾ NaCl Na പ്ലസും Cl മൈനസുമാണ് ഉള്ളത്. വാട്ടറും കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വാട്ടറിനകത്തുള്ളത് H പ്ലസും OH മൈനസുമാണ്. H പ്ലസും OH മൈനസും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കാറ്റിയോണും ആനിയോണുകളും ഉണ്ട്. ഓക്കെ, അവരെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. എന്തിനാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. Naയും OH. അപ്പോൾ എന്തായി? NaOH. H-ഉം Cl-ഉം അപ്പോൾ എന്തായി? HCl ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് NaOH. അപ്പോൾ പരസ്പരം കാറ്റിയോണും ആനിയോണും ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുക NaOH-ഉം പിന്നെ HCl-ഉം. ആക്ച്വലി ഈ NaOH-ഉം HCl-ഉം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് NaCl എന്ന് പറയുന്ന സാൾട്ട് കിട്ടിയിരിക്കുന്നത്. ഈ NaCl എന്ന് പറയുന്ന സാൾട്ട് കിട്ടാൻ കാരണം NaOH-ഉം HCl-ഉം കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ NaOH എന്ന് പറയുന്നത് ബേസ് ആണ്, HCl എന്ന് പറയുന്ന ആസിഡ് ആണ്. അതിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് എക്സാമ്പിൾ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ള എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന NaOH-ഉം HCl-ഉം പറയുന്ന 2 ആളുകളും ഇത് തന്നെയാണ്, സ്ട്രോങ് തന്നെയാണ്. NaOH എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. HCl എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. ഓക്കെ, റെഡി. അപ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ ചേർന്നാൽ ഉണ്ടാവുന്ന സാൾട്ട് എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നത് എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പോൾ NaCl-ന്റെ സൊല്യൂഷൻ ഒരു ന്യൂട്രൽ ആയിരിക്കും. ക്ലിയർ? NaCl സൊല്യൂഷൻ ഒരു ന്യൂട്രൽ ആയിരിക്കും. ഇനി അടുത്ത കോമ്പൗണ്ട് എടുക്കുന്നുണ്ട്, CH3COONa എടുക്കുന്നുണ്ട്. ഓക്കെ, CH3COONലെ കാറ്റിയോണും ആനിയോണും ഏതൊക്കെയാണ്? CH3COO മൈനസും Na പ്ലസും. അതിൽ വാട്ടർ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിയോണും ആനിയോണും H പ്ലസും OH മൈനസും. അവരെ പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇവന്റെ മൈനസും ഇവന്റെ പ്ലസും കൂടെ എടുക്കുക. ഓക്കെ, റെഡി. നോക്കണേ, CH3COONയും H പ്ലസും. അപ്പൊ ഇവരെ തമ്മിൽ ചേർത്തു. പ്ലസും മൈനസ് കാറ്റിയോൺ ആനിയോണും ചേർന്ന് ഇത് മൈനസ് ചാർജ് ആണ്. നോക്കൂ, നിങ്ങൾ മാറിപ്പോവരുത്. ഇത് നെഗറ്റീവ്. മുകളിലുള്ള ആനിയോണും താഴത്തുള്ള കാറ്റിയോണും, താഴത്തുള്ള ആനിയോണും, അങ്ങനെയാണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ മുകളിലുള്ള കാറ്റിയോണും ആനിയോണും കൂടെ ചേർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് Naയും താഴത്തുള്ള OH-ഉം കൂടെ ചേർന്നാൽ എന്ത് കിട്ടി? NaOH എന്ന് കിട്ടി. NaOH. ദെൻ CH3COO മൈനസും H പ്ലസും കൂടെ ചേർന്നാൽ എന്താണ്? CH3COOH എന്ന് പറയുന്ന അസിറ്റിക് ആസിഡ് ആണ് കിട്ടുന്നത്. റെഡി? ക്ലിയർ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന NaOH ഇപ്പോൾ നമുക്കറിയാം NaOH എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. CH3COOH എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ്. ഇതെങ്ങനെയാണ് സാർ മനസ്സിലാക്കുക? ഇപ്പോൾ മനസ്സിലാക്കിയില്ലേ? ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഇത് കാണാതിരുന്നെങ്കിൽ ഇത് അറിയില്ലായിരുന്നു എന്ന് മാത്രം വിചാരിക്കുക. അപ്പൊ CH3COOH എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡും ഇത് സ്ട്രോങ് ബേസുമാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ബേസും ഈ വീക്ക് ആയിട്ടുള്ള ആസിഡും കൂടെ ചേർന്നിട്ടാണ് CH3COONa എന്ന് പറയുന്ന ഈ സാൾട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണോ സ്ട്രോങ് ആയിരിക്കുന്നത് അവന്റെ സ്വഭാവമാണ് ആ സാൾട്ട് കാണിക്കുക. ബേസ് ആണ് സ്ട്രോങ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാൾട്ട് എന്ത് കാണിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. റെഡി? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന CH3COONയുടെ സൊല്യൂഷൻ ബേസിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. രണ്ടാമത്തത് ബേസിക് ആണ്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ എഴുതുന്നുണ്ട് NH4Cl. എങ്ങനെയാണ് കാറ്റിയോണും ആനിയോണും എഴുതുക? NH4 പ്ലസും Cl മൈനസും. വാട്ടറിനകത്തുള്ള H പ്ലസും OH മൈനസും. റെഡി? കാറ്റിയോൺ ആനിയോണും നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. ഈ കാറ്റിയോണും ഈ ആനിയോണും കൂടെ ഇന്റർചേഞ്ച് ചെയ്തു. റെഡി? ഈ കാറ്റിയോണും ഈ ആനിയോണും കൂടെ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. റെഡി? അപ്പോൾ നമുക്ക് എഴുതാം ആരൊക്കെയാണ്? NH4OH അല്ലേ? NH4OH. ഇനി അടുത്തത് HCl. NH4OH-ഉം HCl-ഉം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് NH4Cl എന്ന് പറയുന്ന സാൾട്ട് കിട്ടിയിരിക്കുന്നത്. ഈ NH4OH എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക മക്കളെ, ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. NH4OH എന്ന് പറയുന്നത്. HCl നമുക്കറിയാം ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ക്ലിയർ? അപ്പോൾ ആരുടെ സ്വഭാവമായിരിക്കും കാണിക്കുക? ഈ 2 ആൾക്കാരും ചേർന്ന് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ ചേർന്നുണ്ടാകുന്ന സാൾട്ട് ആരുടെ സ്വഭാവമായിരിക്കും കാണിക്കുക? തീർച്ചയായും അത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുക. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസിഡിക് നേച്ചർ ആയിരിക്കും. റെഡി?
അസിഡിക് നേച്ചർ. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണ്, ബേസ് ആണ്, ന്യൂട്രൽ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും മറ്റും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ടോപ്പിക് വരാം. താങ്ക് യു.